ഈ വർഷത്തെ തീമായി നിങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായൊരു വിഷയവും അതോടൊപ്പം തന്നെ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവിനാൽ നമ്മളോട് ഇടപെടുകയും ചെയ്യുന്നതായ ഒരു സബ്ജക്റ്റ് ആകുന്നത് കൊണ്ട് ആ വിഷയത്തിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി കർത്താവിന്റെ വചനം സംസാരിക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. എന്റെ മുൻപിലുള്ളതായ പരിമിതമായ സമയം ഈ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലുള്ളതായ പരിമിതികളുണ്ട്. എന്നാൽ ആ പരിമിതികൾ കൂടാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയിൽ എല്ലാവരും ആയിരിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഗോഡ്സ് പ്ലാൻ ആൻഡ് അവർ പർപ്പസ്, ദൈവത്തിന്റെ പദ്ധതിയും നമ്മളുടെ ഉദ്ദേശവും. ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു ദിവ്യമായ പദ്ധതി നമ്മെക്കുറിച്ചുള്ളപ്പോൾ ആ ദിവ്യമായ പദ്ധതിക്കായിട്ട് ദൈവത്തിന്റെ ഒരു ഡിസൈൻ, ദൈവ പദ്ധതി ഒരുക്കിയതായ ഒരു ക്രമീകരണം നമ്മെക്കുറിച്ചുണ്ട് എന്നും അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ ഡിസയർ, ദൈവത്തിന്റെ ആഗ്രഹം നമ്മെക്കുറിച്ച് എന്താണെന്നും ആ ആഗ്രഹത്തിന്റെ ലക്ഷ്യപ്രാപ്തിക്കായിട്ട് ദൈവം നമ്മിൽ മുന്നൊരുക്കിയിരിക്കുന്നതും നാം നമ്മെ തന്നെ ഒരുക്കേണ്ടതുമായ കാര്യങ്ങളാണ് ഇന്ന് രാത്രി നിങ്ങളോട് പങ്കിടുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. God has a divine plan in our life. God has a design and he has a desire and he has a destiny for us. അതുകൊണ്ട് നമുക്കത് തിരിച്ചറിയുവാനായിട്ടും ആ തിരിച്ചറിഞ്ഞ ആ പദ്ധതിക്കായിട്ട് ഒരുങ്ങത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഇന്ന് രാത്രിയിൽ തുടർന്നുള്ളതായ സമയം ഈ ഒരു ചിന്തയോടുള്ള ബന്ധത്തിൽ തിരുവെഴുത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എൻ്റെ പക്കൽ ഭരമേൽപ്പിച്ചിട്ടുള്ളതായ ദൈവിക ആലോചന നിങ്ങളോട് പങ്കിട്ട് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം ഓർക്കണം, $1,000,000 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഉണ്ടാകുന്നതായ 3 ചോദ്യങ്ങളാണ്. Where did I come from? Why am I here? And where will I go? ഞാൻ എവിടെ നിന്നാ വന്നത്? ഞാൻ എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയാണ് ഇവിടെയായിരിക്കുന്നത്? ഞാൻ എവിടേക്കാണ് പോകുന്നത്? വാസ്തവത്തില് വ്യക്തത വേണ്ട, വ്യക്തത ആവശ്യമായിട്ടുള്ള 3 ചോദ്യങ്ങൾ. ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തില് എല്ലാവരും ഏതെങ്കിലും ഒക്കെ സമയങ്ങളിൽ തങ്ങളുടെ ജീവിതവുമായുള്ള ബന്ധത്തിൽ ചോദിക്കുന്നതായ ഒരു ചോദ്യമായത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം പ്രസക്തമാണ്. ഈ ചോദ്യത്തോടുള്ളതായ ബന്ധത്തിൽ നമ്മളുടെ മനോഭാവം പ്രസക്തമാണ്. ഈ ചോദ്യത്തിന് നാം കണ്ടെത്തുന്നതായ ആ ഉത്തരത്തിന്റെ ക്ലാരിറ്റി അത് പ്രസക്തമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ ഐഡന്റിറ്റിയുമായി, വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചോദ്യമാണ്. ഇത് നമ്മളുടെ ജീവിത ഉദ്ദേശവുമായി ബന്ധപ്പെട്ടുള്ളതായ ചോദ്യമാണ്. ഇത് നമ്മളുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടുള്ളതായ ചോദ്യമാണ്. രാത്രി നാം ഓർക്കണം, നിങ്ങൾ തെരഞ്ഞെടുത്തതായ തീമിൽ നിന്നുകൊണ്ട്
തിരുവെഴുത്ത് ഞാൻ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഉള്ളതായ 2 വേദഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഒന്ന് സങ്കീർത്തന പുസ്തകത്തിൽ നിന്നും മറ്റൊന്ന് എബ്രായ ലേഖനത്തിൽ നിന്നുമാണ്. ഇന്ന് രാത്രി നാം ഓർക്കണം, നമ്മളുടെ ഐഡന്റിറ്റി, നമ്മളുടെ വ്യക്തിത്വം, ആ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട തിരുവെഴുത്തിൽ നിന്ന് നാം കണ്ടെത്തുന്ന അല്ലെങ്കിൽ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് വ്യക്തതയോടുകൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നതായ ഉത്തരം. ആ ഉത്തരം വ്യക്തിപരമാണ്, ആ ഉത്തരം ലക്ഷ്യബോധമുള്ളതാണ്. മാത്രമല്ല ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളുടെയും ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായ കാര്യവുമാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുമ്പോൾ ആ ഒരു ചിന്തയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ തിരിക്കുവാനായിട്ടാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഒരിക്കല് ക്രിസ്ത്യൻ ജി വെയിൽസ് എന്ന് പറയുന്ന ഒരു ദൈവദാസന്റെ പുസ്തകത്തിലെ ഒരു ഉദ്ധരണി ഞാൻ വായിക്കുകയുണ്ടായി. അതിങ്ങനെയാണ്: "Don't be the second best of the Lord, but be the best of the Lord." ദൈവത്തിന്റെ 2ാം മേത്തരമാകരുത്, ദൈവത്തിന്റെ 1ാം മേത്തരമാവുക. ദൈവത്തിന്റെ 2ാം മേത്തരമാകരുത്, ദൈവത്തിന്റെ 1ാം മേത്തരമാവുക. നമുക്കറിയാം, ഒരു തേയില ഫാക്ടറിയിൽ ചെന്നാൽ പല ചാക്കുകൾക്കകത്ത് വെച്ചിരിക്കുന്ന തേയിലപ്പൊടികൾ കാണാൻ പറ്റും. ആ ഓരോ ചാക്കുകളിൽ നിന്ന് വ്യത്യസ്ത ചാക്കുകളിൽ നിന്ന് വ്യത്യസ്ത ക്വാളിറ്റികളുള്ളതായ ഈ തേയിലപ്പൊടികൾ ഓരോ കിലോ വീതം എടുത്ത് ഒരു പാക്കറ്റിനകത്താക്കിയിട്ട് അത് ഓരോ കിലോ വീതം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിന് വില നിശ്ചയിക്കുവാനായിട്ട് ആവശ്യപ്പെട്ട ആ ഫാക്ടറിയിലെ ക്വാളിറ്റി കൺട്രോളറെ വിളിച്ചിട്ട് വില നിശ്ചയിക്കാൻ പറഞ്ഞാൽ അദ്ദേഹം 3 വ്യത്യസ്തമായ വില കൊടുക്കും. ഒന്നാമത്തേത് അദ്ദേഹം പറയും, ഇത് ദ ബെസ്റ്റ് ആണ്. രണ്ടാമത്തെ സെക്കൻഡ് ബെസ്റ്റ് ആണ്. മൂന്നാമത്തേത് തേർഡ് ബെസ്റ്റ് ആണ്. ഇനിയും അടുത്തതുണ്ടെങ്കിൽ അതിൽ താഴോട്ടാ പറയും. കാരണം ഈ 3 അല്ലെങ്കിൽ പല പാക്കറ്റുകളായി തൂക്കി വെച്ചിരിക്കുന്ന ഓരോ കിലോ തേയിലപ്പൊടികൾക്ക് ഈ മനുഷ്യൻ വ്യത്യസ്ത വില നിശ്ചയിക്കുകയാണ്. ഇനിയും അതിന്റെ ഓണറോട് ചോദിക്കണം, ഈ തേയിലയുടെ ഇലയുമായിട്ട്, മലയാളത്തിൽ അതിന് കൊളുന്തെന്ന് പറയും, അസംസ്കൃത ഇലയുമായിട്ട്, ആ റോ ലീഫുമായിട്ട് നിങ്ങളുടെ ഫാക്ടറിയിലേക്ക് വന്നതായ സമയത്ത് താങ്കളുടെ ആഗ്രഹം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ അതിന്റെ ഏറ്റവും മേത്തരമായിട്ട് മാറ്റിവെച്ചതായ തേയിലപ്പൊടി ആകുവാനായിട്ടായിരുന്നു താല്പര്യം. എന്നാലും വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് അത് സെക്കൻഡും തേർഡും ഫോർത്തും ബെസ്റ്റൊക്കെ ആയിട്ട് മാറുകയാണ്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ദൈവത്തിന്റെ ഏറ്റവും മേത്തരമാകുവാൻ, ദൈവത്തിന്റെ ഹിതത്തിന്റെ പൂർണ്ണതയിലേക്ക്, സമ്പൂർണതയിലേക്ക് വരുവാൻ കഴിയുക, അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ ലക്ഷ്യമാകണം, ആഗ്രഹമാകണം. യിരെമ്യാപ്രവചനം 18-ാമത്തെ അധ്യായത്തിനകത്ത് നമ്മൾ കാണുന്നതായ ഒരു ചിത്രമുണ്ട്. യിരെമ്യാവിനെ കുശവന്റെ അടുക്കലേക്ക് അയച്ചിട്ട് കുശവൻ ചക്രത്തിന്മേൽ താൻ വേല ചെയ്തുകൊണ്ടിരിക്കുന്നതായ സമയത്ത് ഒരു ചിത്രം ഈ കുശവന്റെ വീട്ടിൽ വെച്ച് യിരെമ്യാവിനെ കാണിക്കുകയാണ്. ആ ഭാഗത്ത് ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: ആ കുശവൻ തൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുശവന്റെ കയ്യിൽ ആ കളിമണ്ണ്
ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അത് കളയാതെ തനിക്ക് ബോധിച്ചതുപോലെ മറ്റൊരു പാത്രമായിട്ട് അതിനെ മാറ്റുകയാണ്. യിരെമ്യാ പ്രവചനം 15-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി മാറ്റിക്കളഞ്ഞു. ശ്രദ്ധിക്കുക, കുശവന്റെ കയ്യിൽ ഈ കളിമണ്ണ് ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് ആ പ്രവൃത്തിക്കായി ചക്രത്തിൽ ഏൽപ്പിക്കപ്പെട്ടത്. കുശവൻ ആ കളിമണ്ണിനെ എന്ത് ആക്കുവാൻ ശ്രമിക്കുന്നോ അതാകാതെ വരുന്നതായ സമയത്ത് കുശവൻ അത് എടുത്തു കളയുകയല്ല, കുശവൻ അതിനെ മറ്റൊരു പാത്രമാക്കി എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇസ്രായേലുമായി ബന്ധപ്പെട്ടാണ് ആ വേദഭാഗമെന്ന് നമുക്ക് വേദ പുസ്തകം പഠിക്കുന്നതായ സമയത്ത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആ ഭാഗത്ത് നിന്ന് ഇവിടെ ഞാൻ തുടർന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നതിന്റെ ആമുഖമായി ഒരു ചിന്ത നിങ്ങളോട് പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കുശവന്റെ കയ്യിൽ ആ കളിമണ്ണ് ഇരിക്കുന്നതായ സമയത്ത് കുശവന്റെ ഹൃദയത്തിനകത്ത് ഒരു പാത്രമുണ്ട്. വെളിയിൽ വരാത്തതായ ഒരു പാത്രം, പുറത്തു വരാത്തതായ ഒരു പാത്രം ആ പോട്ടറുടെ കയ്യിനകത്തുണ്ട്, ഹൃദയത്തിനകത്തുണ്ട്. ആ ഹൃദയത്തിലുള്ളതായ ആ പാത്രത്തെ വിളിക്കുവാൻ പറ്റുന്ന പേരാണ് ഡ്രീം വെസൽ. കുശവന്റെ സ്വപ്നപാത്രം, പോട്ടേഴ്സ് ഡ്രീം വെസൽ എന്ന് വിളിക്കുവാൻ പറ്റും. കാരണം ഒരു പോട്ടർ, ഒരു കുശവൻ തൻ്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ആ കളിമണ്ണിനെ കുറിച്ച് തൻ്റെ ഹൃദയത്തിനകത്തുള്ളതായ സ്വപ്നമെന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ അകത്തുള്ള ആ പാത്രം വെളിയിൽ വരണമെന്നുള്ളതാണ്. എന്നാൽ ഇവിടെ യിരെമ്യാ പ്രവചനം 18-ാം അധ്യായത്തിനകത്ത് നമ്മൾ കാണുന്നത് അങ്ങനെയായി മാറുവാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തനിക്ക് ആ മണ്ണെടുത്ത് കളയുവാനായിട്ട് താല്പര്യമില്ലാതെ ഈ കുശവൻ എന്ത് ചെയ്യുകയാണ്? മറ്റൊരു പാത്രമാക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അത് തനിക്ക് ബോധിച്ചതുപോലെ മറ്റൊരു പാത്രമാക്കി മാറ്റിക്കളഞ്ഞു. രാത്രിയിൽ നാം ഓർക്കണം, ദൈവവചനം നാം വായിക്കുമ്പോൾ ജാതികളിൽ നിന്ന് ഒരു തെരഞ്ഞെടുപ്പുണ്ടാകുമ്പോൾ അബ്രഹാമിന്റെ സന്തതിയായി ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും സന്തതികളായി ഇസ്രായേൽ എന്ന് പറയുന്നതായ ഒരു സമൂഹത്തെ കുറിച്ച് ദൈവത്തിന്റെ സ്വന്തം ജനമെന്നുള്ളതായ ആ ഒരു വലിയ ഐഡന്റിറ്റി ദൈവം നൽകിയതായ സമൂഹത്തിന് ദൈവീക പദ്ധതിയുടെ പൂർണ്ണത പ്രാപിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ സകല മാനവകുലത്തിന്റെയും വീണ്ടെടുപ്പിന് വേണ്ടി കാൽവറി ക്രൂശിൽ പകരയാഗമായി തീർന്ന ക്രിസ്തു മുഖാന്തരം ജാതികളിൽ നിന്ന് ഒരു തെരഞ്ഞെടുപ്പുണ്ടായപ്പോൾ അവരിൽ നിന്ന് ദൈവത്തിന്റെ പദ്ധതിയുടെ ഒരു പൂർണ്ണത ദൈവം പ്രതീക്ഷിക്കുകയാണ്. ഒരു സെക്കൻഡ് ബെസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മറ്റൊരു പാത്രമായി മാറുന്ന ഈ അനുഭവത്തിൽ നിന്ന് കുശവന്റെ കയ്യിലെ ഒരു സ്വപ്നപാത്രമായി മാറുവാനുള്ളതായ താല്പര്യം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകട്ടെ. എന്ന രാത്രിയിൽ തുടർന്ന് തിരുവെഴുത്തിലേക്ക് ഞാൻ പോകുന്നതായ സമയത്ത് ഈ ഒരു ചിന്ത നിങ്ങളോട് പങ്കിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗോഡ്സ് പ്ലാൻ അവർ പർപ്പസ് എന്നുള്ളതായ ഒരു ചിന്ത നിങ്ങൾ ഈ വർഷം നിങ്ങളുടെ ചിന്താവിഷയമായിട്ട്, തീമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് വളരെ ആഗ്രഹത്തോടുകൂടെ അത് ചിന്തിക്കുകയും പഠിക്കുകയും അതിൻ്റെ ഫലം നിങ്ങളിൽ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമ്പോൾ
ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഹൃദയത്തിന്റെ അകത്ത് നിന്ന ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉയരട്ടെ. എന്നെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ സ്വപ്നം എന്താണോ, ദൈവഹൃദയത്തിലെ ഒരു സ്വപ്നപാത്രമായി എന്നെ അവിടുന്ന് കാണുന്നത് ആരായിട്ടാണോ, ആ ഒരു പാത്രമായി തീരത്തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടാകേണ്ടതിനായിട്ട് ഞാൻ എന്നെ സമർപ്പിക്കുന്നു, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കർത്താവ് നമ്മെ സഹായിക്കട്ടെ, ഒരു ഡ്രീം വെസലായി മാറുവാൻ, ഒരു അനദർ വെസലല്ല. എന്നെ കേൾക്കുന്നതായ കുഞ്ഞുങ്ങളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, പ്രായമുള്ളവരുണ്ട്. ജീവിതത്തിൽ തമ്പുരാൻ സ്വപ്നം കണ്ടതും കാൽവറിയിൽ നമുക്ക് വേണ്ടി ജീവൻ നൽകി നമ്മെ വീണ്ടെടുത്തിട്ട് ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണം നമ്മിൽ കാണത്തക്കവണ്ണം നമ്മിൽ തന്റെ പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തപ്പോഴാണ്. ഫിലിപ്പി ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ, നമ്മളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് നാം തിരുവെഴുത്തിനകത്ത് വായിക്കുന്നത് പോലെ, ആ പരിശുദ്ധാത്മാവിന്റെ ഒരു കണ്ടിന്യൂവസ് പ്രോസസ്, തുടർമാനമായിട്ടുള്ള ഒരു പദ്ധതി നമ്മിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് വരുവാൻ കഴിയുന്ന ഒരു സ്വപ്നപാത്രമാകുവാനുള്ളതായ താല്പര്യം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകട്ടെ. പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നത്, പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നേടുവാൻ കഴിയാതെ പോകുന്നത് നമ്മെ സംബന്ധിച്ചതായ ദൈവഹിതത്തിന്റെ പൂർണ്ണത, ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് നമ്മെക്കുറിച്ച് സ്വപ്നം കാണുന്നതായ ദൈവിക പദ്ധതികളുടെ പൂർണ്ണത നമ്മിൽ സാധ്യമാകാതെ പോകുമ്പോൾ നാം പരാജയത്തിലേക്കാണ് നീങ്ങുന്നത്. ഇന്ന് രാത്രി ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോകുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നമുക്ക് നഷ്ടപ്പെടുന്നതായ അവസരങ്ങൾ തിരികെ ലഭിക്കുവാനായിട്ട് സാധ്യതയില്ല. നമുക്ക് ഉപയോഗിക്കപ്പെടേണ്ടതായ നമ്മളുടെ കഴിവുകൾ, ഉപയോഗിക്കപ്പെടേണ്ടതായ നമ്മളുടെ അവസരങ്ങൾ, ഉപയോഗിക്കപ്പെടേണ്ടതായ നമ്മളുടെ സമയം, അത് ഉപയോഗിക്കേണ്ടതായ സമയത്ത്, ഉപയോഗിക്കേണ്ടതായ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അത് നഷ്ടത്തിലേക്കാണ് പോകുന്നത്, തിരികെ ലഭിക്കാതെ പോവുകയാണ്. ഇന്ന് രാത്രി ഞാനും നിങ്ങളും തിരിച്ചറിയുക, ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് വരത്തക്കവണ്ണം ദൈവം ഇന്നെന്നെ കുറിച്ച് എന്താഗ്രഹിക്കുന്നോ അതാകുവാനുള്ളതായ ഒരു താല്പര്യം, ഒരു സമർപ്പണം നമ്മൾ ഉണ്ടാകട്ടെ. മിസ്യൂസ്ഡ് ടാലൻസ് ഉണ്ട്, മിസ്യൂസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, മിസ്യൂസ്ഡ് ടൈം ഉണ്ട്. നാം ഉപയോഗിക്കേണ്ട വണ്ണം ഉപയോഗിക്കാതെ പോകുന്നത്, അല്ലെങ്കിൽ തെറ്റായി ഉപയോഗിക്കുന്നത്, നാം വേണ്ടവണ്ണം ഗൗരവത്തോടുകൂടെ കാണാതെ പോകുന്നത്, ഗൗരവമായിട്ട് നാം കണക്കിടാതെ പോകുന്നത്, നമ്മുടെ ടാലന്റുകളോ നമ്മുടെ ഓപ്പർച്യൂണിറ്റികളോ നമ്മുടെ സമയമോ ഒക്കെ നാം ദൈവത്തിന്റെ സ്വപ്നപാത്രമെന്നുള്ള അപൂർണതയിൽ നിന്ന് നാം വ്യതിചലിക്കുവാൻ സാഹചര്യമാക്കി മാറ്റുമ്പോൾ ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, എനിക്ക് ലഭിച്ചതായ ടാലന്റുകൾ, എനിക്ക് ലഭിച്ചതായ ഓപ്പർച്യൂണിറ്റികൾ, അവസരങ്ങൾ, എനിക്ക് ലഭിച്ചതായ സമയം നഷ്ടമാകാതെ സൂക്ഷിപ്പാൻ എനിക്ക് കൃപ തരുമാറാകണമേ. 139 സങ്കീർത്തനത്തിന്റെ 14 മുതൽ 16 വരെയുള്ളതായ വാക്യങ്ങളും 23 24 വാക്യങ്ങളാണ് പ്രാരംഭമായിട്ട് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് താല്പര്യമുള്ളത്. അതിനുശേഷമായിട്ട് മറ്റ് ഒരു വേദഭാഗം കൂടെ നിങ്ങളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്.
ഞാൻ തന്നെ വായിക്കാം. 139 സങ്കീർത്തനത്തിന്റെ 14 മുതൽ 16 വരെയുള്ളതായ വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അതിശയവും ഭയങ്കരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു. അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. നേരത്തെ ഞാൻ ഓർപ്പിച്ചു, നമ്മളുടെ ഐഡന്റിറ്റി ഉണ്ട്. നമ്മുടെ ഐഡന്റിറ്റി, ഈ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഡിസൈനിൽ നിന്നുള്ളതാണ്. ദൈവം രൂപകൽപ്പന ചെയ്തതാണ്. ഹീസ് ദ ഡിസൈനർ. ചോയ്സ് എന്റേതല്ല. നമുക്കാർക്കും ചോയ്സ് ഇല്ലാത്തതായ ഒരു ജന്മം തമ്പുരാൻ ഈ ഭൂമിയിൽ നൽകി. ആ നൽകിയതായ ആ ജന്മത്തിൽ ദൈവത്തിന്റെ ഒരു ഡിസൈൻ ഉണ്ട്. അത് തന്നെയാ പറയുന്നത്, അതിശയവും ഭയങ്കരവുമായിട്ട് എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സൃഷ്ടിയിൽ ദൈവത്തിന്റെ ഒരു ഡിസൈൻ ഉണ്ട്. ആ ഡിസൈൻ നമുക്ക് നൽകുന്നതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഞാനും നിങ്ങളും ആരും എന്റെയും നിങ്ങളുടെയും ജീവിതത്തെക്കുറിച്ച് മുന്നമേ പ്ലാൻ ചെയ്തിട്ടില്ല. എന്നാൽ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപ് നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. അതാ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്: ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. നമുക്കറിയാം, നമ്മൾ സൃഷ്ടിയാണ്. ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. ആ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതായ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ഡിസൈനാണ് നമ്മിൽ ലഭ്യമായിരിക്കുന്നത്. എന്താണ് ഇമേജ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്? ഇമേജ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഫ്രീ വില്ല് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ദൈവം നമുക്ക് ഇച്ഛാശക്തി നൽകിയിട്ടുണ്ട്. ഈ ഇച്ഛാശക്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയതായ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം, ദൈവത്തിന്റെ പദ്ധതികളെ ദൈവം നമുക്ക് വിശദീകരിച്ച് തന്നിട്ട് നമുക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കുവാനായിട്ട്, ദൈവത്തിന്റെ ഹിതത്തെ വെളിപ്പെടുത്തിയിട്ട് ആ ഹിതത്തിനനുസരിച്ച് ചുവടുവെക്കാനും വിരുദ്ധമായി ചുവടുവെക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ദൈവം നൽകി എന്നുള്ളതാണ്. ഏദൻ തോട്ടത്തിൽ ആദമിനെയും ഹവ്വയെയും ആക്കിയതായ സമയത്ത് ഒരു റോബോട്ടിനെ പോലെയല്ല അവിടെ ആക്കിയത്. തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്നുള്ളതായ കൽപ്പന കൊടുത്തു കഴിഞ്ഞപ്പോഴ് സാധാരണ ചോദിക്കുന്നത് പോലെ എന്തുകൊണ്ട് ആ തോട്ടത്തിന്റെ നടുവിൽ ഒരു വൃക്ഷം ഉണ്ടാക്കി എന്നുള്ളതായ ചില ക്രിട്ടിക്കൽ ചോദ്യങ്ങളൊക്കെ ചിലപ്പോഴ് യൂത്ത് ക്യാമ്പുകളിലൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. ദൈവം മനുഷ്യനെ ഒരു യന്ത്ര മനുഷ്യനായി, ഒരു റോബോട്ടായിട്ടാണ് സൃഷ്ടിച്ചിരുന്നതെങ്കിൽ ആ ഫലം പറിക്കുവാനായിട്ട് കൈ ചെല്ലുന്നതായ സമയത്ത് ആ ഫലം പറിക്കുവാൻ അനുവദിക്കാതെ തിരിച്ചു വരത്തക്കവണ്ണം ആ വൃക്ഷത്തിന് ചുറ്റും വേണമെങ്കിൽ ദൈവത്തിന് ഒരു ശക്തിയുടെ വലയം ഉണ്ടാക്കാമായിരുന്നു. എന്നാൽ ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നതായ ഫ്രീ വില്ല്, ഇച്ഛാശക്തി, സ്വതന്ത്രമായിട്ട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ളതായ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തെയാണ് ഇമേജ് ഓഫ് ഗോഡ് എന്ന് വിളിക്കുവാൻ പറ്റുന്നത്. പുറമേയുള്ളതായ ആകാരമല്ല, കണ്ണും മൂക്കും ചെവിയും ഒക്കെ ഉള്ളതായ പുറമേയുള്ളതായ ഷെയ്പ്പിനെയല്ല ഇമേജ് ഓഫ് ഗോഡ് എന്ന് വിളിക്കാൻ പറ്റുന്നത്. ഇമേജ് ഓഫ് ഗോഡ് എന്ന് പറയുന്നതിന്റെ ഒരു പ്രത്യേകത ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ഫ്രീ വില്ലാണ്. വാസ്തവത്തില് ഇവിടെ നിങ്ങൾ എടുത്തിരിക്കുന്നതായ ഈ തീമില്
ഗോഡ്സ് പ്ലാൻ ആൻഡ് അവർ പേർപ്പസ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഡിസൈനും ദൈവത്തിന്റെ ഡെസ്റ്റിനിയും ദൈവത്തിന്റെ ഡിസയറും ഒക്കെ നമ്മളോട് വെളിപ്പെടുത്തി തന്നിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഇതിനനുസരിച്ചും ഇതിനനുസരിച്ചല്ലാതെയും അതിനോട് പ്രതികരിക്കത്തക്കവണ്ണമുള്ളതായ ഒരു സ്വാതന്ത്ര്യം. ഇവിടെയാണ് ചോയ്സ് എന്ന് പറയുന്നത്. എനിക്കും നിങ്ങൾക്കും ദൈവം രൂപകൽപ്പന ചെയ്തതായ ഒരു ആകാരമുണ്ട്, ഒരു ഡിസൈൻ ഉണ്ട്. ആ ഡിസൈനിലേക്ക് എനിക്ക് വരാൻ പറ്റും. എനിക്ക് ആ ഡിസൈനിലേക്ക് വരാതിരിക്കത്തക്കവണ്ണം എൻ്റെ മനോഭാവങ്ങൾ, ആറ്റിറ്റ്യൂഡുകൾ കൊണ്ട്, എൻ്റെ ജീവിതത്തിന്റെ പ്രതികരണങ്ങൾ കൊണ്ട് സാധ്യമാകും. അതുകൊണ്ട് ദൈവത്തിന്റെ സാദൃശ്യത്തിൽ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയതായ ആ ഫ്രീ വില്ലാണ്. അത് ദൈവത്തിന്റെ റിഫ്ലക്ഷൻ, ദൈവത്വത്തെ കുറിച്ച്, ദൈവത്വത്തിന്റെ റിഫ്ലക്ഷൻസ് അതിന്റെ ഒരു ഭാഗമാണ്. മാത്രമല്ല ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നു. ദൈവത്തിൽ ആശ്രയബോധം ഉണ്ടാകുന്ന ഒരു അനുഭവം നൽകിയിരിക്കുന്നു. ഞാനത് പെട്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് ഞാൻ പോവുകയാണ്. നമുക്ക് അറിയാം, നമുക്ക് ദൈവം നൽകിയതായ ആത്മാവുണ്ട്, മനസ്സുണ്ട്, ശരീരമുണ്ട്. ഈ 3 ഘടകങ്ങൾ ചേർന്നതായ ഈ മനുഷ്യന്റെ ആ ആളത്വത്തില് ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മെ മാസ്റ്റർ പീസുകളായിട്ടാണ്. എഫെസ്യലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തില് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: നാം അവന്റെ കൈപ്പണിയായിട്ട് സൽപ്രവർത്തികൾക്കായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. For we are God's workmanship, created in Christ Jesus to do good works, which God prepared in advance for us to do. അവിടെ വർക്ക്മാൻഷിപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നതായ പദം, അതിന്റെ മൂലഭാഷയിൽ പൊയ്മ എന്നുള്ളതായ ഒരു പദമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്നാണ് പോയം എന്നുള്ളതായ ഇംഗ്ലീഷ് പദമൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് മാസ്റ്റർ പീസ് എന്നാ. മാസ്റ്റർ പീസ് എന്താ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഓൾ അതർ ക്രിയേഷൻസ്. ഒരു നല്ല നോവലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എഴുതിയതായ എല്ലാ നോവലുകളിൽ നിന്നും ഏറ്റവും ബെസ്റ്റിനെയാണ് മാസ്റ്റർ പീസ് എന്ന് വിളിക്കുന്നത്. ഒരു നല്ല കവിയാണെന്നുണ്ടെങ്കിൽ, ഒരു പോയറ്റ് ആണെന്നുണ്ടെങ്കിൽ, ആ പോയറ്റ് എഴുതിയതായ പോയംസിൽ ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഓൾ അതർ പോയംസ്, അതിനെയാണ് വിളിക്കുന്നത് മാസ്റ്റർ പീസ് എന്നുള്ളത്. ഇവിടെ മനുഷ്യനെ കുറിച്ച് പറയുകയാണ്, യു ആർ ഗോഡ്സ് മാസ്റ്റർ പീസ്. ഞാൻ ദൈവത്തിന്റെ മാസ്റ്റർ പീസാണ്, ഉദാത്തമായ സൃഷ്ടിയാണ്. എന്തുകൊണ്ടാ ഞാൻ ദൈവത്തിന്റെ മാസ്റ്റർ പീസ് ആകുന്നത്? എന്നെ പോലെ വേറെ ഒരാളെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ഡിഫറെന്റ്. ഓരോ വ്യക്തിത്വവും ദൈവസന്നിധിയിൽ ദൈവമുൻപാകെ വ്യത്യസ്തമാണ്. കാരണം എൻ്റെ തമ്പ് ഇംപ്രഷൻസ്, എൻ്റെ ബയോമെട്രിക് ഇൻഫർമേഷൻസ് ഒക്കെ അത് ഡിഫറെന്റ് ആണ്. അതുപോലെ ഒരാളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടില്ല. ഇവിടെ ഈ എഫെസ്യലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്, ഞാൻ ദൈവത്തിന്റെ മാസ്റ്റർ പീസാണ്. ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളോടും, എല്ലാ യൗവനക്കാരോടും, മാതാപിതാക്കളോടും ഞാൻ പറയട്ടെ, സഹോദര സഹോദരി, കുഞ്ഞെ, നിന്നെ പോലെ വേറെ ഒരാളെ തമ്പുരാൻ സൃഷ്ടിച്ചിട്ടില്ല. നിന്നെ പോലെ തമ്പുരാൻ മറ്റൊരു വ്യക്തിയെ സൃഷ്ടിച്ചിട്ടില്ല. നീ ദൈവസന്നിധിയിൽ യുണീക്കാണ്, വ്യത്യസ്തനാണ്, വ്യത്യസ്തയാണ്. കാരണം നിന്നെ കുറിച്ചുള്ളതായ
ദൈവത്തിന്റെ സൃഷ്ടിയിൽ തന്നെ നീ ഉദാത്തമായ സൃഷ്ടിയാണ്. ഒരുപക്ഷെ നിങ്ങൾക്കുള്ള വൈകല്യങ്ങളെ ആയിരിക്കാം നിങ്ങൾ കാണുന്നത്, വീക്ക്നെസ്സസിനെ ആയിരിക്കാം നിങ്ങൾ കാണുന്നത്. മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ, കമ്പാരിസണിലേക്ക് പോകുമ്പോൾ അവർക്കില്ലാത്തതായ പല കാര്യങ്ങളുമായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ബലഹീനതകളായി സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾ ഓർക്കണം, അവർക്കില്ലാത്തതായ മറ്റു പലതും നിന്റെ ജീവിതത്തിൽ നൽകിയിട്ട് ദൈവത്തിന് നീ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയത്തക്കവണ്ണം ഏറ്റവും ഉദാത്തമായ ഒരു സൃഷ്ടിയായിട്ടാണ് ദൈവം നിന്നെ രൂപകൽപ്പന ചെയ്തതും ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയതും. നിന്നെ വില കുറഞ്ഞവനായിട്ടോ വില കുറഞ്ഞവളായിട്ടോ ആർക്കും ഗണ്യമാക്കുവാൻ കഴിയത്തില്ല. കാരണം നീ ദൈവത്തിന്റെ മുൻപിൽ മാസ്റ്റർ പീസാണ്. ഇന്ന് രാത്രി ഈ വചനം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എവിടെയെങ്കിലും ഒരു ഇൻഫീരിയർ ഫീലിംഗ്, ഒരു ഇൻഫീരിയോറിറ്റിയുടെ ഒരു ഫീലിംഗ്, ഒരു അപകർഷതയുടെ ചിന്ത നിങ്ങളുടെ ആരുടെയെങ്കിലും അകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി വചന കേൾവിയിൽ ആ ചിന്തകൾ നിങ്ങളുടെ അകത്ത് നിന്ന് മാറിപ്പോകുവാനായിട്ടിടയാകട്ടെ. സൃഷ്ടിയിൽ നിങ്ങളെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു മാസ്റ്റർ പീസ് ആയിട്ടായിരിക്കുമ്പോൾ അതിന്റെ സൃഷ്ടിതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് ഏറ്റവും ഉദാത്തമാണ്, ശ്രേഷ്ഠമാണ്, ദ ബെസ്റ്റ് ആണ്. ആ ബെസ്റ്റായിട്ട് രൂപകൽപ്പന ചെയ്ത് സൃഷ്ടിക്കപ്പെട്ടതായ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് ആനന്ദമുണ്ട്. ക്രിയേറ്റർ ഗോഡ്, സൃഷ്ടിതാവായ ദൈവത്തിന് മാസ്റ്റർ പീസിനെ കുറിച്ച് തന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്. ഇന്ന് രാത്രി നമ്മൾ ഓർക്കണം, അങ്ങനെ ഒരു ആനന്ദം തമ്പുരാൻ ഉള്ളത് കൊണ്ടാണ് കാൽവറിയിൽ സ്വന്തം പുത്രൻ തകർക്കപ്പെടത്തക്കവണ്ണം ആ സ്വന്തം പുത്രനെ ഒരു സാധാരണ മനുഷ്യന്റെ രൂപത്തിലായി ഈ ഭൂമിയിൽ നമുക്ക് പകരമായി വീണ്ടെടുപ്പിന് വേണ്ടി അയക്കുവാൻ പിതാവാം ദൈവത്തിന് പ്രസാദം തോന്നിയത്. തന്റെ മാസ്റ്റർ പീസിനെ ആ മാസ്റ്റർ പീസിന്റെ പദ്ധതിയിലേക്കൊന്ന് മടക്കിക്കൊണ്ടുവരേണ്ടതിന് നഷ്ടപ്പെട്ടു പോയതായ ആ അനുഭവങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പ് സാധ്യമായിട്ട് അവനെ അല്ലെങ്കിൽ അവളെ ആ പദ്ധതിക്കകത്തേക്ക് തിരികെ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് കാൽവറി ക്രൂശിൽ പുത്രൻ തമ്പുരാൻ പകരമായി തീർന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നീ ഒരു മാസ്റ്റർ പീസാണ് തമ്പുരാന്. നീ നിന്റെ ഏതെങ്കിലുമൊക്കെ കഴിവില്ലായ്മകളെയോ കുറവുകളെയോ ഒക്കെ കണ്ടുകൊണ്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് മറ്റ് പലർക്കും ഇല്ലാത്ത ഉള്ളത് ഇല്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പുറമേയുള്ള ആകാരമോ കഴിവുകളോ നിങ്ങളുടെ സാഹചര്യങ്ങളോ എന്തുമൊക്കെ ആകട്ടെ, നിങ്ങളുടെ ചോയ്സ് അല്ലാതെ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഏതെങ്കിലും ഒരു മാതാപിതാക്കളുടെ മകനായിട്ടോ മകളായിട്ടോ ഒക്കെ ജനിക്കുവാൻ തമ്പുരാൻ അനുവദിച്ചപ്പോൾ ആ അനുവദിച്ചതായ തമ്പുരാൻ നിങ്ങളെ സൃഷ്ടിച്ചത് ഒരു മാസ്റ്റർ പീസ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ആ മാസ്റ്റർ പീസിനെ കുറിച്ച് തമ്പുരാന് ഒരു വലിയ ഉദ്ദേശമുണ്ട്. That is God's plan. That is God's divine plan. ഇന്ന് രാത്രി അതൊന്ന് തിരിച്ചറിയുവാൻ കഴിയട്ടെ. രണ്ടാമത്തെ കാര്യം നമ്മൾ വായിച്ച സങ്കീർത്തനം 139 വാക്യമാണ്. All the days ordained for me were written in your book before one of them came to be. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ഈ ഭൂമിയിൽ ഒന്നാമത്തെ ദിവസം എണ്ണാൻ തുടങ്ങുന്നതിന് മുൻപ് എന്നെ കുറിച്ചുള്ളതായ മാസ്റ്റർ പ്ലാൻ തമ്പുരാൻ വരച്ചു വെച്ചേക്കുകയാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ആരും ഒരു അവിചാരിത സംഭവമല്ല.
നിങ്ങളുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാകാം. പക്ഷേ ഓരോ വ്യക്തിയെ കുറിച്ച് തമ്പുരാൻ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. God has a divine master plan in everybody's life. First of all, you are a masterpiece for God. And the next reality is God has a master plan in the life of each and every individual. ഇന്ന് രാത്രി ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന പ്രിയ സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഓർക്കണം, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ചില സമയത്തൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്, എന്തിനാ ഇങ്ങനെയൊക്കെ ഒരു ജീവിതം ഉണ്ടായേ? എന്റെ ജീവിതം അർത്ഥമില്ലാത്തതല്ലേ? കുഞ്ഞല്ല, നീ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. You are God's masterpiece and God has a master plan in your life. God has prepared a master plan before I began to count the first day of my life. ആ ഭാഗം ഒന്ന് റീറൈറ്റ് ചെയ്യുകയാണെങ്കിൽ, ആ വാക്യം ഒന്ന് റീറൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്: ഭൂമിയിൽ എൻ്റെ ആദ്യ ദിവസം എണ്ണാൻ തുടങ്ങുന്നതിന് മുൻപ് എന്നെ കുറിച്ചുള്ള മാസ്റ്റർ പ്ലാൻ തമ്പുരാൻ വരച്ചു വെച്ചേക്കുകയാ. ഇന്ന് രാത്രി ഈ തിരുവെഴുത്ത് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുമ്പോൾ, സ്തോത്രം, ഞാൻ വളരെ ശക്തമായിട്ട് ആ ഭാഗം ഒരു പ്രാവശ്യം കൂടി ഓർപ്പിക്കുകയാണ്. നിന്നെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ വരച്ചു വെച്ചതിന് ശേഷമാണ് ഈ ഭൂമിയിൽ നീ ജീവിതം ആരംഭിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചത്. ഒരു എംബ്രിയോ സ്റ്റേറ്റിൽ, ഒരു മൊട്ടുസൂചിയുടെ അറ്റത്തിന്റെ ആ വലുപ്പം മാത്രമുള്ളതായ ഒരു ഫീറ്റസിന്റെ സ്റ്റേറ്റിൽ നിങ്ങൾ ജന്മമെടുത്തപ്പോൾ അമ്മയുടെ ഉദരത്തിൽ പോസിറ്റീവ് എന്നുള്ളതായ ഒരു സൈൻ നിങ്ങളെ കുറിച്ച് ഈ ഭൂമിയിൽ ടെസ്റ്റ് കൊണ്ട് വെളിയിൽ വരുന്നതായ ആ സിഗ്നൽ ലഭിക്കുന്നതായ സമയത്തിന് മുൻപ് നിങ്ങളുടെ ജീവിതത്തിന്റെ മാസ്റ്റർ പ്ലാൻ തമ്പുരാൻ ഡിസൈൻ ചെയ്തു കഴിഞ്ഞു. അതാണ് ഈ തിരുവെഴുത്തിനകത്ത് നാം വായിക്കുന്നത്. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളിൽ അവയെല്ലാം നിന്റെ പുസ്തകത്തിനകത്ത് എഴുതിയിരുന്നു. കുഞ്ഞെ, നിന്നെ കുറിച്ച് തമ്പുരാൻ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. നീ ദൈവത്തിനൊരു മാസ്റ്റർ പീസാണ്. അങ്ങനെയെങ്കിൽ മാസ്റ്റർ പീസായ നിന്നെ കുറിച്ച് മാസ്റ്റർ പ്ലാൻ വരച്ചതിന് ശേഷമാണ് ഈ ഭൂമിയിൽ നിന്റെ ദിവസം എണ്ണാൻ തുടങ്ങിയത്. ഇന്ന് രാത്രി ആ മാസ്റ്റർ പ്ലാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവിക പദ്ധതിയിലേക്ക് വരുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. ആ സങ്കീർത്തനത്തിന്റെ അവസാനത്തിൽ ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്: വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? മാസ്റ്റർ പ്ലാൻ ഡിസൈൻ ചെയ്ത കർത്താവിന് മാത്രമാണ് മാസ്റ്റർ പ്ലാൻ എന്താണെന്ന് അറിയത്തുള്ളൂ. അതുകൊണ്ട് തമ്പുരാനെ, ഈ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ചുവട് വെക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്നാണ് സങ്കീർത്തനത്തിൽ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഓർക്കണം, ഡിഫറന്റ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ദൈവം ഈ ഭൂമിയിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങളാണ് ദൈവം നമ്മെ ഈ ഭൂമിയിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്തങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ബൗണ്ടറികളുണ്ട്, അതിർത്തികളുണ്ട്. ഓർക്കുക, മാസ്റ്റർ ഡിസൈനർ ഹാസ് എ മാസ്റ്റർ പ്ലാൻ ആൻഡ് ഹി ഹാസ് ക്രിയേറ്റഡ് യു ആസ് എ മാസ്റ്റർ പീസ്. ദൈവം നിനക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി നിന്നെ ഒരു മാസ്റ്റർ പീസായിട്ട് സൃഷ്ടിച്ചപ്പോൾ തൻ്റെതായ ബൗണ്ടറികൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണം നിന്നിലുണ്ടാകുവാനായിട്ടാണ്. അതുകൊണ്ടാണ് മാനുഫാക്ചറർ ഹാസ് എ ഡിസൈൻ, മാനുഫാക്ചറർ ഹാസ് എ ഡിസയർ ആൻഡ് മാനുഫാക്ചറർ ഹാസ് എ ഡെസ്റ്റിനി എന്ന് ഞാൻ അതിന്റെ പ്രാരംഭത്തിൽ പറഞ്ഞത്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഇതിനെ വയലേഷനെയാണ് സിൻ എന്ന് വിളിക്കുന്നത്.
ദൈവത്തിന്റെ ഈ പദ്ധതിയുടെ ആ പരാജയത്തെയാണ് പാപം എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം, സിന്നിന് കൊടുത്തിരിക്കുന്ന പുതിയ നിയമത്തിലെ ഒരു വാക്ക് ഹമാഷ്യ എന്നുള്ള ഒരു പദമാണ്. പല വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നതായ പുതിയ നിയമത്തിലെ ഗ്രീക്കിലെ ആ പദം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ സിൻ എന്ന പാപമെന്ന മലയാളത്തിലും സിൻ എന്ന് ഇംഗ്ലീഷിലും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ആ മൂലഭാഷയിലെ ഹമാഷ്യ എന്നുള്ളതായ പദത്തിന്റെ അർത്ഥം മിസ്സിംഗ് ദ മാർക്ക് എന്നാണ്. ഒരു അമ്പെയ്ത്ത് മത്സരത്തിൽ ആ അമ്പു ചെന്ന് അതിന്റെ ടാർഗറ്റ് പോയിന്റിന്റെ ആ കേന്ദ്രസ്ഥാനത്ത് ചെന്ന് പതിക്കുന്നതിന് വിരോധമായിട്ട് മറ്റെവിടെങ്കിലും പോയി പതിക്കുമ്പോഴാണ് അതിനെ ആ ഗ്രീക്കില് അങ്ങനെ ഒരു പദം കൊണ്ട് വിശേഷിപ്പിച്ചിരുന്നത്. ലക്ഷ്യം തെറ്റുക എന്നുള്ളതായ പദമാണ്. അതിനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് പാപമെന്ന്, അല്ലെങ്കിൽ സിൻ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ലക്ഷ്യം തെറ്റുന്നതിനെ വിളിക്കുകയാണ് പാപം. എന്താണ് ലക്ഷ്യം തെറ്റുക എന്ന് പറയുന്നത്? രണ്ട് കാര്യങ്ങളാണ് ലക്ഷ്യം തെറ്റുമ്പോൾ സംഭവിക്കുന്നത്. ഒന്നുകിൽ ഹിറ്റിംഗ് അറ്റ് ദ റോങ് പ്ലേസ്, അല്ലെങ്കിൽ നോട്ട് ഹിറ്റിംഗ് അറ്റ് ദ റൈറ്റ് പ്ലേസ്. ഒന്നുകിൽ തെറ്റായ സ്ഥലത്ത് അത് പതിക്കുന്നു, അല്ലെങ്കിൽ ശരിയായ സ്ഥലത്ത് അത് പതിക്കാതെ ഇരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഓർക്കണം, master designer has a master plan, and master designer has a master designer has a desire, and that master designer has a destiny. ആ ഡെസ്റ്റിനിയിലേക്ക് വരുവാൻ കഴിയാതിരിക്കുമ്പോൾ, ആ ഡെസ്റ്റിനിയിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് ജീവിതത്തെ കൊണ്ട് എത്തിക്കുവാനുള്ളതായ ഒരു സമർപ്പണം നമ്മിൽ നഷ്ടപ്പെടുമ്പോൾ അതിനെയാണ് പാപം എന്ന് വിളിക്കാൻ പറ്റുന്നത്. വീണ്ടെടുപ്പ് നടന്നത് എന്തിനു വേണ്ടിയാ? നാം പലപ്പോഴും പാപത്തിന്റെ പ്രവർത്തികളുടെ പട്ടികയിൽ നിന്ന് സ്വതന്ത്രമായതിനെ കുറിച്ച് പറയാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, നിങ്ങളെ കുറിച്ച് ഡിസൈൻ ചെയ്ത, നിങ്ങളെ കുറിച്ച് പദ്ധതി ഒരുക്കിയതായ ദൈവിക പദ്ധതിയിലേക്ക് വരുവാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ വിളിക്കുവാൻ പറ്റുന്നത് പാപമെന്നാണ്. ദൈവത്തിന്റെ സ്റ്റേറ്റഡ് പർപ്പസിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയാണ്. നാം നമ്മെ തന്നെ തൃപ്തിപ്പെടുത്തുകയാണ്. നമ്മളുടെ ആഗ്രഹങ്ങളെ സംതൃപ്തിപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. അടുത്തൊരു വേദഭാഗം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് അവസാനിപ്പിക്കാനുള്ള സമയമേ ഉള്ളൂ. ഞാൻ പെട്ടെന്നത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 23 മുതൽ 27 വരെയുള്ളതായ വാക്യങ്ങളാണ്. എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സസ് 23 to 27. ഞാനത് വായിക്കാം. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. മോശയുടെ ജീവിത ചരിത്രത്തെ സംക്ഷിപ്തമായ ചില വാചകങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവ് എബ്രായ ലേഖനത്തിനകത്ത് രേഖപ്പെടുത്തുകയാണ്. മാസ്റ്റർ ഡിസൈനർ ഡിസൈൻ ചെയ്തതായ പർപ്പസിലേക്ക് വരുവാൻ കഴിഞ്ഞതായ മോശയുടെ ജീവിതത്തെ കുറിച്ച് ചില വാചകങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവ് എഴുതിയേക്കുന്നതാണ് നാം വിശ്വാസവീരന്മാരുടെ പട്ടികയ്ക്കകത്ത് വായിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഞാൻ ആ ഭാഗത്തു നിന്ന് 1-2 ചിന്തകൾ നിങ്ങളോട് പറഞ്ഞിട്ട് ഈ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്. ശ്രദ്ധിച്ചേ, 3 മാസം മാത്രം പ്രായമുള്ളപ്പോൾ മോശ ആ നൈൽ നദിയുടെ തീരത്ത്
ഇങ്ങനെ ഒരു ഞാങ്ങണപ്പെട്ടകത്തിനകത്ത് കിടക്കുകയാണ്. മോശയുടെ അമ്മയപ്പന്മാർ 3 മാസം ഈ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചു. ഫെയ്ത്ത് സ്റ്റെപ്പാണ് സ്റ്റേജ് നമ്പർ 1. എന്നാൽ സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്. സെക്കൻഡ് സ്റ്റേജ് മോശയ്ക്ക് തന്റെ ജീവിതത്തിൽ കിട്ടിയതായ സെക്കൻഡ് ചാൻസ് ആണ്. നൈൽ നദിയിൽ തീരേണ്ടതായ മനുഷ്യൻ, ആ കൊച്ചുകുഞ്ഞ കൊട്ടാരത്തിൽ വളരുവാനുള്ള ഭാഗ്യം ലഭിച്ച ഒരു ശ്രേഷ്ഠനായ വ്യക്തിയായി മാറുന്നു. നാം ഓർക്കണം, 3 മാസം മറ്റെല്ലാ കുഞ്ഞുങ്ങളും ഈ ഫറവോന്റെ കൽപ്പനയുടെ മുമ്പിൽ കൊല്ലപ്പെടുന്നതായ സമയത്ത് മോശ മാത്രം എന്തുകൊണ്ട് രക്ഷപ്പെട്ടു? മോശയ്ക്ക് മാത്രം ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് എന്തുകൊണ്ടാണ്? മോശ ഒരു ദൈവിക പദ്ധതിയുടെ നിവർത്തിയിലേക്ക് വരേണ്ടവനാണ്. അതിനെയാണ് ഇബ്രായ ലേഖനത്തിനകത്ത് നാം വായിക്കുന്നത്. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ മോശ ഐഡന്റിഫൈ ചെയ്യുകയാണ്. ഏതാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? മോശ തന്റെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവിക പർപ്പസ് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തു. 3 മാസമുള്ളപ്പോൾ ഈ നൈൽ നദിയിൽ മരിക്കുവാൻ സാധ്യതയുള്ളതായ ഈ കുഞ്ഞിന് ഒരു സെക്കൻഡ് ലൈഫ് ലഭിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് അവൻ വളർന്നപ്പോൾ തിരിച്ചറിഞ്ഞു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ജീവിതത്തിൽ ദൈവം നിനക്ക് നൽകിയതായ ആയുസ്സിന്റെ ഉദ്ദേശം തിരിച്ചറിയുവാനായിട്ട് നിനക്ക് കഴിയുന്നില്ല എങ്കിൽ നീ നിന്റെ ജീവിതത്തിൽ പരാജയപ്പെട്ട വ്യക്തിയായി മാറുകയാണ്. സാധാരണ നമുക്കൊക്കെ പറയുവാനുള്ളതായ സാക്ഷ്യമുണ്ട്. മോശയുടെ ജീവിതത്തിൽ മോശയ്ക്ക് പറയാൻ പറ്റുന്ന സാക്ഷ്യം പോലെ, 3 മാസം പ്രായമുള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആ നൈൽ നദിയിൽ ജീവിതം അവസാനിക്കുവാൻ സാധ്യതയുണ്ടായിരുന്നിടത്തു നിന്ന് ദൈവം എന്നെ രക്ഷിച്ചു. അതുകൊണ്ട് എനിക്ക് ഒരു മനോഹരമായ കൊട്ടാരത്തിൽ വളരുവാൻ, മിസ്രയീമിലെ മുഴുവൻ വിദ്യകളും അഭ്യസിപ്പാനുള്ളതായ ഭാഗ്യം ലഭിച്ചു. ഇനിയുള്ള പ്രാർത്ഥനയും ഇനിയുള്ള ഉപവാസവും എല്ലാം എന്തിനു വേണ്ടിയായിരിക്കും? ഈ മിസ്രയീമിലെ ഈ മനോഹരമായ കൊട്ടാരം നഷ്ടപ്പെടാതിരിക്കാനുള്ളതായ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ ആയിരിക്കും. ദൈവം എന്നെ മാനിച്ചു, ദൈവം എനിക്ക് ഇത്രത്തോളം നന്മകളൊക്കെ നൽകി, എന്നെ ഇത്രത്തോളം ഉയർത്തി എന്നൊക്കെ ആയിരിക്കും നമ്മൾ പിന്നീട് സാക്ഷ്യം പറയുന്നു. നമ്മൾ സാക്ഷ്യം പറയുന്നതൊക്കെ ഈ മിസ്രയീമിലെ നന്മകളെ കുറിച്ചുള്ള സാക്ഷ്യമായിരിക്കും. എത്രയോ എൻ്റെ സമപ്രായക്കാരായ എത്രയോ പേര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ എൻ്റെ ജീവിതത്തെ തമ്പുരാൻ സൂക്ഷിച്ച ഈ സമൃദ്ധിയൊക്കെ എൻ്റെ ജീവിതത്തിലാ നൽകി തന്നു. സാക്ഷ്യമൊക്കെ കൊള്ളാം, പക്ഷേ നിന്റെ ജീവിതത്തിന്റെ ഉദ്ദേശമാകുന്നില്ല. ഇവിടെ മോശയെ കുറിച്ച് എഴുതുകയാണ്, മോശയ്ക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു മോശയുടെ ഡിറ്റർമിനേഷൻ? മോശയുടെ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്, മോശയ്ക്ക് ഒരു ഡിസൈൻ ഉണ്ടെന്നും മോശയെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ ഡിസൈൻ അതെന്താണെന്നുള്ളത് മോശയ്ക്ക് തിരിച്ചറിയുവാൻ പറ്റിയത് കൊണ്ട് മോശ മനസ്സിലാക്കി, God has a desire in my life. എൻ്റെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് ഒരു ആഗ്രഹമുണ്ട്. ഡിസൈൻ ചെയ്ത ദൈവത്തിന് എൻ്റെ ജീവിതം എന്താകണമെന്ന് ഒരാഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിന് വിരോധമാകുന്ന മുഴുവൻ കാര്യങ്ങളെയുമാണ് മോശ പറഞ്ഞത് പാപത്തിന്റെ തൽക്കാല ഭോഗം. ഇന്ന് രാത്രി ഞാനും നിങ്ങളും ഓർക്കണം, ഒരു മനുഷ്യൻ കൊട്ടാരത്തിൽ ജീവിക്കുന്നത് തെറ്റാണോ? അല്ലേ അല്ല. നല്ല സാഹചര്യങ്ങളിൽ ജീവിക്കുന്നത് തെറ്റാണോ? അല്ല. പക്ഷേ നിന്നെ കുറിച്ചുള്ളതായ ദൈവിക പദ്ധതി എന്താണോ അത് പൂർത്തീകരിക്കപ്പെടുവാൻ കഴിയാതെ നിനക്ക് ലഭിക്കുന്നതായ
സുഖസമൃദ്ധികൾക്കകത്ത് നിന്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ നീ താല്പര്യപ്പെടുന്നുവെങ്കിൽ മാസ്റ്റർ ഡിസൈനറുടെ ഡിസൈനിൽ നിന്ന്, മാസ്റ്റർ ഡിസൈനറുടെ ഡിസയറിൽ നിന്ന് നീ വ്യതിചലിച്ചു പോവുകയാ. നിന്നെ കുറിച്ചുള്ളതായ ദൈവഹിതത്തിന്റെ പൂർണ്ണത നിന്റെ ജീവിതത്തിൽ സംഭവിക്കാതെ, if God has a design and if God has a desire in your life, if you failed to fulfill that design and desire, then that is sin. അതിനെയാ പാപം എന്ന് വിളിക്കുന്നേ. കുഴപ്പമൊന്നുമില്ല, ഞാന് മറ്റു ആളുകളെ പോലെ മോശമായ ജീവിതമൊന്നുമില്ല, നല്ല സ്വഭാവമുള്ള ആളാണ്. പക്ഷെ ഒരു കാര്യം, നിന്നെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ ഹിതം, ഇഷ്ടം നിന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? God has a desire. If God has a desire, you need to have a determination. നിന്റെ ഡിസയർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഡിസൈൻ നിന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടണമെന്നായിരിക്കണം. ആ ഡിസയറിലേക്ക് വരുവാനായിട്ട് കഴിയണം. മോശെ അതുകൊണ്ടാണ് കൊട്ടാരം വേണ്ടെന്ന് വെച്ചു. പാപത്തിന് തൽക്കാല ഭോഗത്തേക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുക്കുവാനായിട്ടിടയായി. ഞാൻ കൺക്ലൂഡ് ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുകയാ, സമയമായതുകൊണ്ടാണ്. ഈ നൂറ്റാണ്ടിൽ, 20ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന 29 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവിത ചരിത്രം നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടായിരിക്കാം. മിഷണറി ടു ഇക്വഡോർ എന്നുള്ളതായ ഒരു വലിയ ദൗത്യമേറ്റെടുത്ത ഒരു ചെറുപ്പക്കാരൻ തൻ്റെ വിറ്റൻ കോളേജിലെ പഠനത്തിന് ശേഷം ഡിഗ്രി വിദ്യാഭ്യാസം താൻ അവസാനിപ്പിക്കുമ്പോൾ തനിക്ക് ലഭിച്ച ഒത്തിരി ഓഫറുകളുണ്ട്. എന്നാൽ ആ ഓഫറുകൾക്കപ്പുറത്ത് ഈ മനുഷ്യനൊരു ഡിറ്റർമിനേഷൻ ഉള്ള മനുഷ്യനായിരുന്നു, നിശ്ചയദാർഢ്യമുള്ള മനുഷ്യനായിരുന്നു, തീരുമാനമുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, മൈ കൺസ്യൂമിങ് പാഷൻ ഈസ് ടു ഡു ദ വിൽ ഓഫ് ഗോഡ്. എൻ്റെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം, എൻ്റെ അകത്തെ കത്തുന്ന ദാഹം എന്ന് പറയുന്നത് ദൈവഹിതം ചെയ്യുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്നെ ഡിസൈൻ ചെയ്ത ആ ഡിസൈനറുടെ ഡിസയർ ഫുൾഫിൽ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. വീണ്ടും അദ്ദേഹം ഇങ്ങനെ എഴുതി, he is no fool who gives up what he cannot keep to gain what he cannot lose. നഷ്ടപ്പെട്ടു പോകാത്ത ഒന്ന് നേടാൻ വേണ്ടി സൂക്ഷിച്ചു വെക്കുവാൻ കഴിയാത്ത ഒന്ന് വലിച്ചെറിയുന്ന ഒരു മനുഷ്യൻ വിഡ്ഢിയല്ല. നാളെ സൂക്ഷിച്ചു വെക്കാൻ കഴിയാത്ത ഒരു കാര്യം, നഷ്ടപ്പെട്ടു പോകാത്ത ഒരു കാര്യം നേടാൻ വേണ്ടി വലിച്ചെറിയാൻ തീരുമാനിച്ചാൽ ആ മനുഷ്യൻ വിഡ്ഢിയല്ല എന്ന് ഈ ചെറുപ്പക്കാരൻ തൻ്റെ ഡയറിയിൽ എഴുതി. വീണ്ടും അദ്ദേഹം ഇങ്ങനെ എഴുതി, ഇറ്റ് ഈസ് നോട്ട് ഡ്യൂറേഷൻ ദാറ്റ് മാറ്റർ ബട്ട് ഡൊണേഷൻ. എത്ര കാലം ഉണ്ടെന്നുള്ളതല്ല, എന്തു കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് പ്രാധാന്യമുള്ളത്. ജോൺ എഫ് ആർക്ക് എഴുതിയ വേറെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയുണ്ട്, ഇറ്റ് ഈസ് ബെറ്റർ ടു ബേൺ ഔട്ട് ദാൻ ടു റസ്റ്റ് ഔട്ട്. തുരുമ്പെടുത്തില്ലാതാകുന്നതിനേക്കാൾ പ്രകാശം കൊടുത്ത് പെട്ടെന്ന് അണഞ്ഞു തീരുന്നതാണ് നല്ലത്. പ്രയോജനമില്ലാതെ തുരുമ്പെടുത്ത്
അവസാനിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് പ്രകാശം കൊടുത്ത് അണഞ്ഞു തീരുന്നതാണ് നല്ലത്. ഇറ്റ്സ് നോട്ട് ഡ്യൂറേഷൻ ദാറ്റ് മാറ്റർ, ബട്ട് ഡൊണേഷൻ. വീണ്ടും അദ്ദേഹം ഇങ്ങനെ എഴുതി, ബ്ലഡ് ഹാസ് ലിറ്റിൽ വാല്യൂ unless it is poured out at the altar of God. ദൈവത്തിന്റെ യാഗപീഠത്തിൽ ഒഴിക്കപ്പെടാത്ത രക്തത്തിന് വിലയില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമോ, ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം എഴുതിയതൊക്കെ തൻ്റെ 29-ാമത്തെ വയസ്സിൽ തന്നോടൊപ്പം മറ്റ് 4 സഹോദരന്മാരോട് ചേർന്ന റോജർ എന്ന് പറയുന്ന ആ സ്നേഹിതനോടും, പീറ്റ് ഫ്ലെമിംഗ് എന്ന് പറയുന്ന സ്നേഹിതനോടും, നൈറ്റ് സൈഡ് എന്ന് പറയുന്ന സ്നേഹിതനോടും, എഡ്മക്കള്ളി എന്ന് പറയുന്നതായ സ്നേഹിതനോടുമൊക്കെ ഒരുമിച്ച് അവരൊരു ദൗത്യത്തിന് വേണ്ടി പോയി, ഓപ്പറേഷൻ ഔക്ക എന്നുള്ളതായ ദൗത്യം. എന്നാൽ അവരുടെ ദൗത്യത്തിന്റെ ആരംഭത്തിൽ തന്നെ അവർക്ക് അവിടെ രക്തസാക്ഷികളാകേണ്ടതായി വന്നു. ആ ഗോത്രവർഗക്കാർ അവരെ ക്രൂരമായിട്ട് കൊല ചെയ്ത് അവർ 5 പേരും ആ ദൗത്യത്തിൽ രക്തസാക്ഷികളായി മാറി. എന്നാൽ ആ സഹോദരന്മാരുടെ സഹധർമ്മിണിമാര് ആ ദൗത്യം തുടരുവാൻ തീരുമാനിച്ചു. നിങ്ങൾക്കറിയാമോ, അവർ ആ ദൗത്യം തുടർന്നതിന്റെ റിസൾട്ടായിട്ട് നൈറ്റ് സെയിന്റിന്റെ കുഞ്ഞിനെ സ്നാനപ്പെടുത്തുവാനായിട്ട് ഭാവിയിൽ ദൈവം ഉപയോഗിച്ചത് ആരെയാണെന്നറിയാമോ? അന്ന് സ്വന്തം അപ്പനെ കൊന്നതായ ആ മനുഷ്യൻ പിന്നീട് മാനസാന്തരത്തിലേക്ക് വന്ന ആ വ്യക്തി അവിടെയുള്ളതായ സഭയുടെ ശുശ്രൂഷകനായി മാറിയിട്ട് തൻ്റെ അപ്പന്റെ ഘാതകൻ പാസ്റ്ററായി തന്നെ സ്നാനപ്പെടുത്തുന്നതായ ഒരു വലിയ ദൗത്യം ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. യേശുക്രിസ്തു പറഞ്ഞ ഒരു വാചകം, തന്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് പറഞ്ഞൊരു വാചകം ഉണ്ടാകും, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ഒരു പർപ്പസ് ഉണ്ട് ഗോതമ്പ് മണിക്ക്. ആ പർപ്പസിന്റെ പൂർണ്ണത കാണുന്നത് ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നതായ സമയത്താണ്. എന്നാൽ ചാകുന്നതായ സമയം അത് അടുത്ത പർപ്പസിന്റെ പൂർത്തീകരണത്തിലേക്ക് വരികയാണ്. അതിൽ നിന്ന് ഒരു വിളവുണ്ടാവുകയാണ്. കൽവരി ക്രൂശിൽ തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുവാനായിട്ട് പോകുന്നതിന് മുൻപ് യേശു പരസ്യമായി പ്രസ്താവിച്ചതായ ഒരു സന്ദേശമാണിത്. ഇന്ന് രാത്രി ഞാനും നിങ്ങളും ഓർക്കണം, കാൽവറിയിൽ കർത്താവ് തന്റെ ദൗത്യത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ ആ ദൗത്യം നമുക്ക് മുൻപിൽ ദൈവിക പദ്ധതിയുടെ നിവർത്തിക്കായി നമ്മെ വിളിക്കുകയാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതം ദൈവത്തിനു വേണ്ടി അർപ്പിക്കുവാനുള്ളതായ ഗോതമ്പ് മണികളാണ്. ആ ഗോതമ്പ് മണികൾ ദൈവഹിതത്തിനായി വീഴുവാൻ തയ്യാറാകുന്നുവെങ്കിൽ മാത്രമേ അതിന്റെ വിളവ് കാണുവാൻ കഴിയത്തുള്ളൂ. മിഷണറി വീരന്മാർ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ടതായ സമയത്ത് രക്തസാക്ഷികളുടെ രക്തം വീണിട്ട് ആ ഭൂമിയിൽ നിന്ന് സുവിശേഷത്തിന്റെ വിളവ് കൊയ്യുവാൻ ദൈവം മിഷണറിമാരെ ഉപയോഗിച്ചുവെങ്കിൽ, തർത്തുല്യൻ പറഞ്ഞതുപോലെ ബ്ലഡ് ഓഫ് ദ മാർട്ടേഴ്സ് ആർ
the seeds of the church, സഭയുടെ വിത്തുകളായിട്ട് എന്ത് ചെയ്യുകയാണ്? രക്തസാക്ഷികളുടെ രക്തം മാറുകയാണ്. ഇന്ന് പകല് ഞാനും നിങ്ങളും ഓർക്കണം, നമുക്ക് ദൈവം നൽകിയൊരു ദൗത്യമുണ്ട്. ദൗത്യത്തിന്റെ നിവൃത്തിയാണ് പ്രാധാന്യമുള്ളത്. അവിടെ ഈ എബ്രായ ലേഖനത്തിനകത്ത് മോശ പറയുകയാണ്, പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാൾ ദൈവജനത്തോടുകൂടിയ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടാവുകയാണ്. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന്റെ ഡിസൈൻ പൂർത്തീകരിക്കുവാൻ, ദൈവത്തിന്റെ ഡിസയർ ഫുൾഫിൽ ചെയ്യുവാനായിട്ട്. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഇന്ന് രാത്രി ഈ തിരുവെഴുത്ത് ധ്യാനിക്കുന്നതായ സമയത്ത് ഞാൻ ഓർപ്പിക്കട്ടെ, God has a purpose. God has a plan. And our life has a purpose. ദൈവത്തിന്റെ പ്ലാൻ ഉണ്ട്, ഡിസൈൻ ഉണ്ട്. അതിനെയാണ് ഡിസൈനേഴ്സ് ഡിസൈൻ എന്ന് വിളിക്കാൻ പറ്റുന്നത്. And he has a desire and he has a destiny. ഇന്ന് രാത്രി ഇങ്ങനെ പറയാം, God, I have a desire. I wanted to fulfill that design in my life so that I have a determination for fulfilling that desire of God in my life. രാത്രി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കേട്ടതായ വചനത്തിന് മുൻപാകെ നമുക്ക് നമ്മെ തന്നെ ഒന്നുകൂടെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മിഷണറി വീരന്മാരുടെ ചരിത്രങ്ങൾ ഒത്തിരി നമുക്ക് ഓർക്കുവാൻ കഴിയും. ഇന്ന് രാത്രി ഞാൻ ഒരു മനുഷ്യന്റെ ജീവിത ചരിത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ താല്പര്യപ്പെട്ടത്. ജിം എലീറ്റിന്റെ ചരിത്രം. 5 സ്നേഹിതന്മാരുടെ ആ ചരിത്രത്തെ ഞാൻ അവസാനമായിട്ട് ഓർപ്പിച്ചു. എന്നാൽ തിരുവെഴുത്തിനകത്ത് നമ്മൾ കണ്ടു മോശയുടെ ജീവിതം. കൊട്ടാരത്തിലെ സുഖസമൃദ്ധി മോശയ്ക്ക് വേണമെങ്കിൽ ആസ്വദിച്ചുകൊണ്ട് ഒരു കംഫർട്ട് സോണിൽ ഒതുങ്ങാം. പക്ഷെ മോശ പറയുകയാ, പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാൾ എനിക്ക് വേണ്ടത് മാസ്റ്റർ ഡിസൈനറുടെ ഡിസയർ ഫുൾഫിൽ ചെയ്യണം. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകൾ നമുക്ക് ദൈവസ്ഥലം അടച്ചിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാം, ലെറ്റ് ദാറ്റ് മാസ്റ്റർ ഡിസൈനേഴ്സ് ഡിസയർ ഫുൾഫിൽ ഇൻ മൈ ലൈഫ്. ആ യജമാനന്റെ ഹിതം എന്റെ ജീവിതത്തിൽ പൂർത്തീകരിപ്പാനിടയാകട്ടെ. നമ്മുടെ കണ്ണുകൾ നമുക്ക് ദൈവസ്ഥലം അടയ്ക്കാം. കേട്ട വചനത്തിന് മുൻപാകെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ഈ തിരുവെഴുത്ത് ധ്യാനിക്കുമ്പോൾ സ്തോത്രം, ഈ വർഷത്തെ നിങ്ങളുടെ CMന്റെ ആ തീം നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത് ഈ മാസ്റ്റർ ഡിസൈനറുടെ മാസ്റ്റർ പ്ലാനിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. You are a masterpiece. Never forget that. You are a masterpiece. You have a master plan to fulfill. Allow that master plan to fulfill in your life so that there should be a determination for fulfilling that God's desire in your life. കർത്താവ് അതിനായി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവസരം തന്നതായ CMന്റെ പ്രവർത്തകരോട്, പ്രത്യേകിച്ച് എൻ്റെ സ്നേഹിതൻ ഷൈജു പോളിനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കും.